എല്ലാവർക്കും നമസ്കാരം. ആത്മീയ ജഗന്നാഥയിലൂടെ മുരുകൻ്റെ ശബ്ദം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ശ്ലോകം 24. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ലളിതാർത്ഥം. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ്റെ വാക്കുകേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രഥം ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ നിർത്തി. വ്യാഖ്യാനം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ അഭ്യർത്ഥന ശാന്തമായി സ്വീകരിക്കുന്നു. ഭഗവാൻ അർജുനനെ സത്യത്തിൻ്റെ മുന്നിലേക്ക് നയിക്കാൻ പോകുന്നു. ഗുരു ശിഷ്യനെ സത്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 25. ഭീഷ്മ ദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേതാൻ കുരു നിധി. ലളിതാർത്ഥം. ഭീഷ്മർ, ദ്രോണാചാര്യർ മുതലായ രാജാക്കന്മാരുടെ മുന്നിൽ രഥം നിർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കുരുവംശരെ നോക്കൂ, കുരുക്കളെ നോക്കൂ. വ്യാഖ്യാനം. ഇത് വളരെ ഗൗരവമുള്ള നിമിഷമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും മുന്നിലേക്ക് നേരിട്ട് കൊണ്ടുവരുന്നു. ഇത് തന്നെയാണ് അർജുനൻ്റെ ഹൃദയം വിഷാദത്തോടെ നിറയാൻ തുടങ്ങുന്ന നിമിഷം. ഈ നിമിഷം മുതൽ അർജുനൻ്റെ ആന്തരിക യുദ്ധം ആരംഭിക്കുന്നു. ദൈവം നമ്മെ സത്യത്തിൻ്റെ മുന്നിൽ നിർത്തുമ്പോൾ നമ്മുടെ അഹങ്കാരം തകരാൻ തുടങ്ങും. ശ്ലോകം 26. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃൻ അഥ പിതാമഹൻ ആചാര്യാൻ മാതുലൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ സ്തത. ലളിതാർത്ഥം. അവിടെ അർജുനൻ നിന്നുകൊണ്ടിരിക്കുന്നവരിൽ പിതൃതുല്യരായവരെയും പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാരെയും മക്കളെയും കൊച്ചുമക്കളെയും സുഹൃത്തുക്കളെയും കണ്ടു. വ്യാഖ്യാനം. അർജുനൻ ഇപ്പോൾ ശത്രുക്കളെ മാത്രം അല്ല കാണുന്നത്, സ്വന്തം കുടുംബം, സ്വന്തം ഗുരുക്കന്മാർ, സ്വന്തം ബന്ധുക്കൾ, ഇവരെയെല്ലാം കാണുന്നു. യുദ്ധം ഇനി ഒരു ധർമ്മയുദ്ധം മാത്രമല്ല, കുടുംബത്തിനുള്ളിലെ യുദ്ധമായി മാറുന്നു. ശ്ലോകം 27. ശ്വേശ്വരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധുവിനവസ്ഥിതാൻ. ലളിതാർത്ഥം. രണ്ട് സൈന്യങ്ങളിലും ശ്വേശ്വരന്മാരെയും സുഹൃത്തുക്കളെയും തൻ്റെ ബന്ധുക്കളെയെല്ലാം കണ്ടപ്പോൾ അർജുനൻ അവരെ ശ്രദ്ധിച്ചു നോക്കി. വ്യാഖ്യാനം. ഇവിടെ അർജുനൻ്റെ മനസ്സിൽ ഒരു വലിയ ആന്തരിക സംഘർഷം തുടങ്ങുന്നു. ഇവരാണ് എൻ്റെ ബന്ധുക്കൾ, ഇവരോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് മനസ്സിൻ്റെ യുദ്ധം ആരംഭിക്കുന്ന നിമിഷം. ശ്ലോകം 28. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ വ്യൂത്സം സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിഷുഷ്യതി. ലളിതാർത്ഥം. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ ഭഗവാനെ, എൻ്റെ സ്വന്തം ബന്ധുക്കൾ യുദ്ധത്തിനായി നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ശരീരം ക്ഷീണിക്കുന്നു, എൻ്റെ വായ ഉണങ്ങുന്നു. വ്യാഖ്യാനം. ഇതാണ് അർജുനൻ്റെ വിഷാദത്തിൻ്റെ ആദ്യ പ്രകടനം. അർജുനൻ ഇനി ഒരു മഹാവീരൻ മാത്രമല്ല, ഒരു മനുഷ്യനാണ്. അർജുനൻ്റെ ഹൃദയം കരുണയും ബന്ധങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ വിഷാദമാണ് ഭഗവത്ഗീതയുടെ ഉപദേശം തുടങ്ങാനുള്ള കാരണം. മനസ്സ് തള്ളുന്ന നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ ഉപദേശം ജീവിതത്തിലേക്ക് വരുന്നത്. ഹരേ കൃഷ്ണ. നമസ്കാരം.